നമസ്കാരം. റഷ്യയും ബെലാറസും സംയുക്തമായി നടത്തിയ സബാഡ് 2025 സൈനികാഭ്യാസത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ അഭ്യാസത്തിൽ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കെടുത്തുവെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രധാനമായും ഇന്ത്യയെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ആക്ഷേപം. 65 പേരടങ്ങിയ ഇന്ത്യൻ സേനാ സംഘമാണ് സബാഡ് 2025 സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തത്. ചില പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരും നിരീക്ഷകർ എന്ന നിലയിൽ സബാഡ് 2025 അഭ്യാസത്തിൽ പങ്കെടുത്തു. എന്നിട്ടും ഇന്ത്യയെ മാത്രം വിമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാലമായുള്ള പ്രതിരോധ ബന്ധവും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടും ഇതിന് കാരണമായി ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണയും നാച്ചുറൽ ഗ്യാസും വാങ്ങുന്നത് പോലുള്ള കാര്യങ്ങൾ ഈ വിമർശനങ്ങളിൽ പരിഗണിക്കുന്നില്ലെന്നും വിമർശനമുയരുന്നു. ഇന്ത്യയുടെ പങ്കാളിത്തം ഒരു റെഡ് ലൈൻ ക്രോസ് ചെയ്തതിന് തുല്യമാണെന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ റഷ്യയോടുള്ള നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നുവെന്നും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇത് സൈനിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാധാരണ നടപടി മാത്രമാണെന്നും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ ഭാഗമാണിതെന്നുമാണ്. വിദേശ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രധാന പണി തന്നെ ഇപ്പോൾ ഇന്ത്യയെ തെരഞ്ഞുപിടിച്ച് വിമർശിക്കുക എന്നത് തന്നെയാണ്. ഇന്ത്യയെ വിമർശിച്ചാൽ കൂടുതൽ ജനശ്രദ്ധ കിട്ടുമെന്നതും ഇതിനൊരു കാരണമാണ്. സബാഡ് 2025 സൈനികാഭ്യാസത്തിൽ അമേരിക്കയും ഹംഗറി, തുർക്കി തുടങ്ങിയ നാറ്റോ അംഗരാജ്യങ്ങളും നിരീക്ഷകരായി പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ഇത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിമർശനങ്ങളെ ദുർബലമാക്കുന്നു. നാറ്റോ സൈനികർ പോലും നേരിട്ട് പങ്കെടുത്ത അഭ്യാസത്തിൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും വിമർശിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഒരു വശത്ത് റഷ്യയെ വിമർശിക്കുമ്പോൾ തന്നെ മറുവശത്ത് അവരുമായി നയതന്ത്രപരമായ സഹകരണം നിലനിർത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശ്രമങ്ങളാണ് ഇത് കാണിക്കുന്നത്. അതിനാൽ ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന വിലയിരുത്തലുകളുമുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം സബാഡ് 2025 സൈനികാഭ്യാസം ഒരു തന്ത്രപരമായ നീക്കമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കുറഞ്ഞു വരുന്നു എന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയും ചൈനയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയോടൊപ്പമുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഈ അഭ്യാസം സഹായിക്കുന്നു. ഇത് റഷ്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും. ഇന്ത്യയെപ്പോലുള്ള ഒരു പ്രധാന രാജ്യത്തിന്റെ പങ്കാളിത്തം ഈ ലക്ഷ്യത്തിന് റഷ്യയെ സഹായിക്കുന്നു. അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കുന്ന ശാക്തിക മത്സരത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വമാണ് തന്ത്രപരമായ സ്വയംഭരണം. ഒരു പക്ഷത്തും ചേരാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഈ നയത്തിന്റെ കാതൽ. സബാഡ് 2025 അഭ്യാസത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ ഈ നിലപാട് ഉറപ്പിക്കുന്നു. അതേസമയം കോഡ് പോലുള്ള സംഘടനകളിൽ അമേരിക്കയുമായി സഹകരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഈ സങ്കീർണമായ നയങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കാണിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിക്കാൻ സാധ്യത കാണുന്നതേയില്ല.